അടുത്ത കണ്ടസ്റ്റന്റ് ആരാണെന്ന് അറിയണ്ടേ? എന്നാൽ 2 പെട്ടികൾ തുറന്നു. ഇനി ആ ഒരു പെട്ടി ആള് തുറക്കുമോ എന്ന് നമുക്ക് നോക്കാം. പാടാൻ വരുന്നു ശിവനന്ദ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശിവനന്ദ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. എവിടെന്നാ വരുന്നേ ശിവനന്ദ? ഞാൻ കണ്ണൂരിന്നാ വരുന്നേ. ചേച്ചി കണ്ണൂർ. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ അഞ്ചരക്കണ്ടി എന്ന് പറയും. അറിയോ? അഞ്ചരക്കണ്ടി അറിയോന്നാ? എന്ത് ചോദ്യമായത്? അല്ല മാമിന്റെ മളകെ, ഞാൻ കണ്ണൂർക്കാരിയാണ്. ഞാൻ ചെറുകുന്ന്, പള്ളിക്കുന്ന്, തളിപ്പറമ്പ് ഇവിടെയൊക്കെ നേരന്ന ബന്ധുക്കളാണ്. അതുകൊണ്ട് അങ്ങോട്ട് പാറയില്ല. പക്ഷെ അഞ്ചരക്കണ്ടി തലശ്ശേരിലല്ലേ? തലശ്ശേരി അല്ല. തലശ്ശേരി അല്ല. അല്ല. ഓക്കെ ശിവനന്ദ, ഞാൻ ഇൻട്രോയിൽ പറയായിരുന്നു ഇനി സാറിന്റെ പെട്ടി ആര് തുറക്കും എന്നുള്ളത്. തുറക്കുമോ എന്ന്? അതിപ്പം എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. വെരി ഗുഡ്. ഞാൻ ഇവിടെ വന്നപ്പം കോൾഡ് വന്ന് സൗണ്ട് ഒക്കെ ആകെ പോയി. ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം പോലും മെഡിക്കൽ ഷോപ്പ് പോകാത്ത ദിവസമില്ല. എല്ലാ ദിവസവും മെഡിക്കൽ അല്ല, എല്ലാം മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി. ശിവനന്ദന്റെ മൊത്തം പ്രാക്ടീസ് ഞാൻ കേട്ടു. എന്റെ റൂമിന്റെ പുറത്ത് നിന്നിട്ടാണ് പാട്ടിൽ ഈ പാട്ടിൽ പാടി. ഫുൾ പാട്ടായിരുന്നു. എന്നെ വിളിച്ച് ഡിസ്കഷൻസ്. എന്റെ മനസമാധാനം കളയുന്ന ആരും പാടിച്ച. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഇന്ന് പ്രണയം എന്ന ചിത്രത്തിലെ പാട്ടിൽ ഈ പാട്ടിൽ എന്നുള്ള സോങ്. ഞാൻ നേരത്തെ കേട്ടോണ്ടിരുന്നത്. ഞാനും കേട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ?
Beautiful. ശിവനന്ദ ചേച്ചി ഭയങ്കര രസമായിട്ട് പാടി. സൂപ്പർ. പ്രാക്ടീസ് ചെയ്തത് വെറുതെ ആയില്ലേ ചേച്ചി? വെറുതെ ആയില്ല, അതൊക്കെ ഇല്ല. തന്നെ പാടി. അതെ, കൃത്യമായിട്ട് വന്ന് പാടി. കൃത്യമായിട്ട് പാടിയില്ലേ? അങ്ങനെ ചോദിച്ചാ അല്ല, ഞാൻ വിചാരിച്ചതുപോലെ പാടാൻ പറ്റിയില്ല. Okay, എന്താ അതെല്ലാവർക്കും വിചാരിച്ചതെന്ന് എന്തിനാ പറയൂ. ഇങ്ങനൊക്കെ വിചാരിക്കാൻ പോകുന്നത്? അപ്പൊ ഇന്നത്തെ എന്താണ് വിലയിരുത്തുന്നത്? അതിപ്പോ ചോദിച്ചാ എനിക്ക് എന്റെ ഒരു 100% കൊടുക്കാൻ പറ്റിയില്ല. ഏകദേശം എത്ര മാർക്കിനുള്ളത് പാടി അതെ, ഞങ്ങൾക്ക് അതെ. എഴുതാനാ. അത് ഞാൻ നമ്മൾ ഓരോരുത്തർ എത്ര എണ്ണം അല്ല, അതും കൂടി ഒന്ന് സ്വന്തമായിട്ട് അതുകൂടെ പറഞ്ഞേ. വിലയിരുത്താൻ അറിയണ്ടേ? കമോൺ പറയൂ. ഒരു 9 മാർക്ക്. നൈന പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഓക്കെ, ചോദിക്കാം. ഓക്കെ, ചെയ്യും ശിവനന്ദ സാർ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. നല്ല റിസൾട്ട് ആയിരുന്നു. താങ്ക് യു സാർ. പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ ഇത് റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് ടൈം ആണോ അതോ തൊഴിലാളിയാണോ? അല്ല, റിയാലിറ്റി ഷോയില് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമാ, കുഴപ്പമില്ലാതെ തന്നെ പാടി കേട്ടോ. ഇതെന്തായാലും ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് നിൽക്കണേ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ വിചാരിച്ച പോലെ പാടാനും പറ്റിയില്ല. അപ്പൊ അത് 100% കൊടുക്കാൻ പറ്റും. 100% കൊടുക്കാൻ പറ്റിയില്ല. ഇനി 100%-ൽ കുറഞ്ഞ പെർസെൻറ്റേജ് ഒന്നും നമ്മളിവിടെ എടുക്കില്ല. ഓക്കെ, അപ്പൊ അത് മാർക്കിൽ നമ്മളത് എടുക്കും. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഷനിക. ശരത് സർ. ശിവനന്ദ സാർ. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി ശിവനന്ദ മാം തളർന്നില്ല. അസലായി പാടി. ഇവരൊക്കെ പാടി. ഇങ്ങനെ ടെൻഷന്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ വേദിയിൽ വന്നിട്ട് ആ നിമിഷം നമുക്ക് കിട്ടുന്ന ഭാഗ്യം, ആ നിമിഷം കിട്ടുന്ന ദൈവാനുഗ്രഹം, അതാണ് നമ്മുടെ അന്നത്തെ പാട്ട്. ഓക്കെ, അപ്പോൾ ആ നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് മാത്രം. ഇവിടെ വന്ന് പാടിയത് സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സുന്ദരിയായിരുന്നു, നല്ല ചിരിച്ചുകൊണ്ട് തന്നെ പാടിയത്. നല്ല ഈസി ആയിട്ട് പാടിപ്പോയി പാട്ട്. തുടക്കല്ലേ, നമ്മൾ ഇനി അങ്ങോട്ട് പൊളിക്കാൻ പോവല്ലേ. അതെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ഷനിക. 8.4. താങ്ക് യു സർ. താങ്ക് യു ഷനിക. ശരത് സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. 8.5. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 25.4. ഓക്കെ.